നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തനി നാടൻ വിഭവമാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അവിലും വെള്ളം. ഇത് പേര് പോലെ തന്നെ അവിലാണ് ഇതിലെ താരം. ഇത് കൂടാതെ തന്നെ നല്ല പഴുത്ത നല്ല തണുപ്പുള്ള പഴം ഉപയോഗിക്കുന്നുണ്ട്. ചെറുപഴമാണ് വേണ്ടത്. മൈസൂർ പൂവനാണ് ഏറ്റവും നല്ലത്. ഇതിന് കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർത്താൽ നല്ല കിടിലനായിട്ടുള്ള അവിലും വെള്ളം റെഡിയായി. ഈ ചൂട് സമയത്ത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ ഈ ചൂടിൽ നമുക്ക് മൂത്രത്തിൽ ചൂടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടെയാണിത്. നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ അവിലും വെള്ളം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അവിലും വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അവിലാണ്. നല്ല മട്ട അരിയുടെ അവിലാട്ടത്. ഞാനിവിടെ 2 പിടി അവിലെടുക്കുന്നത്. 3 പേർക്കോ 4-5 പേർക്ക് കഴിക്കാനുണ്ടാവും ഈ 2 പിടി അവില് കൊണ്ടുണ്ടാക്കിയ അവിലും വെള്ളം. ഈ അവിലിനെ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് കുതിരുന്നതിന് മുൻപ് തന്നെ ഈ അവില് കഴുകിയെടുക്കണം. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അടുത്തതായിട്ട് അവിലും വെള്ളത്തിലോട്ട് വേണ്ടത് ചെറുപഴമാണ്. ചെറുപഴത്തിൽ ഏത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് മൈസൂർ പൂവനാണ്. ഒന്നുകൂടെ തണുപ്പാണല്ലോ മൈസൂർ പൂവന്. അപ്പോൾ മൈസൂർ പൂവൻ എടുക്കാം. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഉപയോഗിക്കാം കേട്ടോ. എത്ര നമ്മൾ പഴം ഉപയോഗിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ അവിലും വെള്ളത്തിന്. ഞാനിവിടെ ഒരു 10ഓളം പഴം എടുക്കുന്നുണ്ട്. ഇത് ചെറിയ പഴം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. 10 പഴം എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. അത്യാവശ്യം മധുരം വേണം കേട്ടോ. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിതിനെ മാഷ് ചെയ്തെടുക്കുകയാണ്. ഒരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊക്കെ മാഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. മാഷ് ചെയ്തെടുക്കുമ്പോഴുള്ള ടേസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഉണ്ടാവില്ല. നമ്മുടെ അവിൽ മിൽക്കിലോട്ട് നമ്മൾ പാല് ചേർക്കാറുണ്ടല്ലോ. പക്ഷേ ഈ ഇതിലോട്ട് അവിലും വെള്ളമാണിത്. ഇതിലോട്ട് പാല് ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ നല്ല തണുത്ത വെള്ളം ഒഴിക്കേണ്ടത്. സാധാരണ ഞങ്ങൾ കൂജയിൽ വെച്ച് തണുപ്പിച്ച വെള്ളമല്ലേ അതാട്ടോ ഉപയോഗിക്കുക. ഒരു പ്രത്യേക ഒരു തണുപ്പായിരിക്കുമല്ലോ അതിന്. നമ്മുടെ ഐസ് വാട്ടറിൻ്റെക്കാളും കൂടുതൽ ദാഹമൊക്കെ മാറുന്നത് കൂജയിൽ വെച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ്. ഇതിനു മുൻപ് ഞാൻ പഴം ചേർക്കാതെ ചെറിയുള്ളി ചേർത്തിട്ടുണ്ടാക്കുന്ന അവിലും വെള്ളത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നില്ലേ. അതും ദാഹം മാറ്റാനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്കാണ്. നല്ല തണുപ്പായിരിക്കും. പഴവും അവിലും ഒക്കെ തണുപ്പുള്ളതല്ലേ. നന്നായിട്ട് തന്നെ ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കഴുകി നല്ല തണുത്ത വെള്ളത്തിൽ വെച്ചിട്ടുള്ള അവിലാണ്. ഈ അവിലിനെ ഞാൻ വെള്ളത്തോടു കൂടെ തന്നെ ഈ പഴത്തിൻ്റെ മിക്സിലോട്ട് ചേർക്കണം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിക്കാം. കുറച്ച് ലൂസായിരിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. കുറേ വെള്ളം കുടിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ അവിലും വെള്ളം റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഞാൻ ഈ അവിലും വെള്ളം സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കണേ. ഏകദേശം ഒരു 4 പേർക്ക് ഇതുപോലെയുള്ള ഗ്ലാസ്സിൽ സെർവ് ചെയ്യാനുള്ള അവിലും വെള്ളം ഇട്ടിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. എന്നാലും ഒരുപാട് ലൂസൊന്നും ആയിട്ടില്ല. അത്യാവശ്യം തിക്നെസ് തന്നെ ഉണ്ട്. കുറച്ച് അവിലും കുറച്ച് വെള്ളം കുറച്ച് പഴത്തിൻ്റെ പീസും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള അവിലും വെള്ളം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ഈ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ എക്സ്പെൻസ് ഒക്കെ വളരെയധികം കുറവാണ്. വീട്ടിലൊക്കെ പഴം ഉണ്ടെങ്കിൽ പഴത്തിൻ്റെ എക്സ്പെൻസ് പോലും ഇല്ല. പിന്നെ ഞാൻ ഇതിലോട്ട് 2 പിടി അവിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.